നമസ്കാരം. PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് PSC നടത്തിയ പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള കാറ്റഗറി കോഡ് 577/2023 എന്ന പരീക്ഷയുടെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് വായിക്കാൻ പോണത്. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറ് മനസ്സിലാക്കി കമൻസിലിടുക. ഓക്കെ, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഈ പരീക്ഷ നടക്കുന്ന തീയതി ഇന്നത്തെ ഡേറ്റ്, അതായത് 19/11/2024. ഓക്കെ, അപ്പോൾ നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അമെൻമെൻറ്റ്സ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം മെയ്ഡ് ഇറ്റ് ഒബ്ലിഗേറ്ററി ഫോർ ദ പ്രസിഡന്റ് ടു ആക്ട് ഓൺ ദ അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്? അത് ബി ആണ്, 42nd അമെൻമെൻറ്റ്. 2. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇവിടെ 4 പ്രിൻസിപ്പിൾ എന്നുണ്ട്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയാണ്, അതായത് ബി ആണ് ആൻസർ. ഇനി 3. ദ നീഡ് ഫോർ എ സെപ്പറേറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് വാസ് ഫസ്റ്റ് വിഷ്വലൈസ്ഡ് ബൈ സി ആണ്, ലങ്ക സുന്ദരം. 4. വാട്ട് ഡസ് ദ ഫ്രേസ് preamble is neither a source of power to the legislator nor a restriction on the legislator's power essentially signify? ഇതിൻ്റെ ആൻസർ ഡി ആണ്. ദ preamble serves as a guiding framework for interpreting the constitution and provides foundational principles for parliament to consider when enacting laws. 5. കൺസിഡർ ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ 4 ഇത് തന്നിട്ടുണ്ട്. അതിൽ ഹൗ മെനി ഓഫ് ദ എബോവ് പ്രൊവിഷൻസ് ഫോസ്റ്റർ ദ കൺസെപ്റ്റ് ഓഫ് ഫ്രറ്റേണിറ്റി എമംഗ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അത് ഇവിടെ തന്നിരിക്കുന്ന 4 ഉണ്ട്. സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, പ്രിയാമ്പിൾ. അപ്പോൾ ഡി ആണ് ഓൾ 4 എന്നുള്ളത്. 6. ദ ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ പാറ്റേൺ ഓഫ് ബി, കാനഡ. ഇനി 7. വിത്ത് റെഫറൻസ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് enshrined in the Constitution and Parliament of India, which of the following is correct? അത് എ ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആക്ട് ആസ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ ലോ മേക്കിംഗ് പവർ ഓഫ് ദ ഇന്ത്യൻ പാർലമെൻറ്റ് എന്നുള്ളത്. 8. വിത്ത് റെഫറൻസ് ഓഫ് ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ദ jurisdiction of the Supreme Court is B ആണ്, original but not exclusive. 9. which of the following are the federal features of the Indian Constitution? ഇവിടെ തന്നേക്കണേൽ ഒന്നാമത്തെ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ രണ്ടാമത്തെ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്നുള്ളത് എ ആണ് ഉത്തരം. ഇനി 10. with reference to the Council of Ministers in the Indian parliamentary system, which of the following has been provided in the Constitution of India? 3 തന്നേക്കണേൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രിൻസിപ്പിൾ ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതും പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, അതായത് എ ആണ് ഉത്തരം. 11. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ നോട്ട് കറക്റ്റ്? കറക്റ്റ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഒന്നാമത്തെയാണ്, എ ആണ് ഉത്തരം. 12. ഹൂ എമംഗ് ദ ഫോളോയിങ് പേഴ്സൺസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇൻ ട്രാവൻകൂർ? ഇവിടെ തന്നിരിക്കുന്നതിൽ രണ്ടാമത്തെ ആനി മാസ്ക്രീൻ എന്ന് മാത്രമുള്ള ബി ആണ് ഉത്തരം. ഇനി 13. മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ ഒന്നാമത്തേന് 1 തന്നെയാണ്, രണ്ടാമത്തെ 2 തന്നെയാണ്, മൂന്നാമത്തെ 3 തന്നെയാണ്, അതായത് ബി ആണ് ഉത്തരം. ഇനി 14. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? ഇവിടെ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയാണ് കറക്റ്റ്, അതായത് സി ആണ് ഉത്തരം. 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? 15 അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നേക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, അപ്പോൾ ഡി ആണ് ഓൾ ഓഫ് ദ എബോവ് 1, 2 and 3 എന്നുള്ളത്. 16. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ നോട്ട് കറക്റ്റ്? കറക്റ്റ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അത് രണ്ടാമത്തെയാണ്, അതായത് ബി ആണ് ഉത്തരം. ഇനി 17. മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ ഒന്നാമത്തേന് 3, രണ്ടാമത്തേന് 1, മൂന്നാമത്തേന് 2, അതായത് എ ആണ് ഉത്തരം. ഇനി 18. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് രണ്ടാമത്തെയാണ്, വാഗ്ബടാനന്ദ പ്രൊപ്പഗേറ്റഡ് നിർഗുണോപാസന എന്നുള്ളത്, അതായത് രണ്ടാമത്തെ ബി ആണ് ഉത്തരം. ഇനി 19. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? ഇവിടെ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റിൽ 1, 3 ആണ് കറക്റ്റ്, അതായത് സി ആണ് ഉത്തരം. ഇനി 20. മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. അതിൽ ഒന്നാമത്തേന് 3, രണ്ടാമത്തേന് 1, മൂന്നാമത്തേന് 2, അതായത് എ ആണ് ഉത്തരം. ഇനി 21. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് പ്രൈമറി ഗ്രൂപ്പ്? ഇവിടെ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യത്തെ 3 ആണ്, അതായത് ബി ആണ് ഉത്തരം. ഇനി 22. എ ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ കാറ്റഗറി ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ യൂസസ് ടു ഹെൽപ്പ് ഡിഫൈൻ ബിലീവ്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് ആൻഡ് ടു ഗൈഡ് ബിഹേവിയർ? അത് ഡി ആണ്, റഫറൻസ് ഗ്രൂപ്പ്. ഇനി 23. ദ ടേം കൺസാങ്നിറ്റി മീൻസ് സി ആണ്, 1 ബ്ലഡ് എന്നുള്ളത്.
24 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. ഇവിടെ തന്നിരിക്കുന്നതിൽ 3 സ്റ്റേറ്റ്മെൻറ്റിൽ 1ഉം 2ഉമാണ് കറക്റ്റ്, അതായത് എ ആണ് ഉത്തരം. 25 മാരേജ് റൂൾ ദാറ്റ് പ്രോഹിബിറ്റ്സ് മാരേജ് വിത്തിൻ വൺസ് ഓൺ ഡിഫൈൻഡ് സോഷ്യൽ ഗ്രൂപ്പ് ഈസ് റെഫേർഡ് ടു ആസ് ബി ആണ് എക്സോഗമി. ഇനി 26 ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം മാച്ച് ചെയ്യൽ തന്നെയാണ്. അതിന് എക്ക് ലിസ്റ്റ് 1ൽ എക്ക് 2ാമത്തെ, പിന്നെ ബിക്ക് 3ാമത്തെ, സിക്ക് 4ാമത്തെ, ഡിക്ക് 1ാമത്തെ, അതായത് എ ആണ് ആൻസർ. ഇനി 27 വിച്ച് കൺസെപ്റ്റ് refers to the practice of judging another culture by the standards of one's own culture, thus reinforcing one norms over another's. അത് ഡി ആണ് എത്നോസെൻട്രിസം എന്നുള്ളത്. 28 എ മാസ്റ്റർ സ്റ്റാറ്റസ് ഈസ് സി ആണ് എ സ്റ്റാറ്റസ് ദാറ്റ് ബിക്കംസ് മോർ സോഷ്യലി ഇമ്പോർട്ടൻറ്റ് ദാൻ ഓൾ അതർ സ്റ്റാറ്റസസ്. ഇനി 29 ഇൻ വിച്ച് ഫോം ഓഫ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഡു പാർട്ടീസ് അഗ്രി ടു കോഎക്സിസ്റ്റ് ബൈ മോഡിഫൈയിങ് ദയർ ബിഹേവിയർ ടു റെഡ്യൂസ് ടെൻഷൻസ് വിത്തൗട്ട് ഫുള്ളി റിസോൾവിങ് ദ കോൺഫ്ലിക്റ്റ്. അത് ഡി ആണ് അക്കോമഡേഷൻ എന്നുള്ളത്. ഇനി 30ാമത്തെ 2 സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഒന്ന് അസേഷനും മറ്റേത് റീസണുമാണ്. അപ്പോൾ അത് ഇവിടെ തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആണ്. ആ റീസൺ എന്നുള്ളത് അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. അപ്പോൾ എ ആണ് ആൻസർ. ഇനി 31 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻറ്റേർണൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. ബി ആണ് ഇംപ്രിസൺമെൻറ്റ്. ഇനി 32 എ സൊസൈറ്റി വിച്ച് ഈസ് ഓഫൺ റെക്കഗ്നൈസ്ഡ് ആസ് ദ പ്രൊഡ്യൂസർ ഓഫ് സോഷ്യൽ ലൈഫ് ആസ് മാസ് പ്രൊഡക്ഷൻ ടെക്നോളജീസ് ആർ യൂസ്ഡ് ടു മാനുഫാക്ചർ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഗുഡ്സ് ഇൻ ദ ഫാക്ടറീസ് ആർ റെഫേർഡ് ആസ്. ഡി ആണ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. 33 കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് മെറ്റീരിയൽ കൾച്ചറിനെ കുറിച്ച്. അതിവിടെ തന്നിരിക്കുന്ന 3 ഉണ്ട്, അപ്പോൾ ഡി ആണ് ഓൾ ദ 3 എന്നുള്ളത്. ഇനി 34 ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ കൾച്ചറൽ ഐഡിയാസ് ആൻഡ് ന്യൂ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ എസ്പെഷ്യലി ദോസ് ദാറ്റ് അറൈസ് ബിക്കോസ് ഓഫ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ. ബി ആണ് കൾച്ചർ ലാഗ്. ഇനി 35ാമത്തെ അത് 2 സ്റ്റേറ്റ്മെൻറ്റ് അസേഷനും റീസണും തന്നിട്ടുണ്ട്. ഇവിടെ 2ഉം ട്രൂ ആണ്. റീസൺ എന്നുള്ളത് അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്, അതായത് എ ആണ് ആൻസർ. ഇനി 36 ദ ചൈൽഡ്സ് അസിമിലേഷൻ ഓഫ് ദ ബേസിക് എലിമെൻറ്റ്സ് ഓഫ് കൾച്ചർ ലാംഗ്വേജ് നോംസ് ബിഹേവിയർ ആൻഡ് അഡോപ്ഷൻ ഓഫ് എ കൾച്ചറലി അപ്രോപ്രിയേറ്റ് ഐഡൻറ്റിഫൈ. ബി ആണ് പ്രൈമറി സോഷ്യലൈസേഷൻ എന്നുള്ളത്. ഇനി 37 എ സോഷ്യൽ അറേഞ്ച്മെൻറ്റ് പാറ്റേൺ സോഷ്യലി ആൻഡ് ഹിസ്റ്റോറിക്കലി വിച്ച് ഈസ് റൂട്ടഡ് ഇൻ ആൻ ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്ക് ദാറ്റ് ലെജിറ്റിമേറ്റ്സ് ആൻഡ് ജസ്റ്റിഫൈസ് ദ സബോർഡിനേഷൻ ഓഫ് പെർട്ടിക്കുലർ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ. സി ആണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഇനി 38 ഹൂ ഓതേർഡ് ദ ബുക്ക് ദ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അത് ഡി ആണ് ഡാനിയൽ ബെൽ. ഇനി 39ാമത്തെ ക്വസ്റ്റിന് ഉത്തരം സി ആണ് മോഡേണൈസേഷൻ എന്നുള്ളത്. ഇനി 40 കറക്റ്റായിട്ടുള്ള ഗ്ലോബലൈസേഷനെ കുറിച്ച് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന 3ഉം കറക്റ്റാണ്, അതുകൊണ്ട് ഡി ആണ് ആൻസർ. ഇനി 41 എ റിസർച്ച് ഡിസൈൻ ദാറ്റ് ഹാസ് കൺട്രോൾ ഗ്രൂപ്പ് ഇൻ ഇറ്റ് ഈസ് കോൾഡ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ. അതായത് ബി ആണ് ഉത്തരം. ഇനി 42 ഡ്രോയിങ് കൺക്ലൂഷൻസ് വിത്തൗട്ട് എനി ബയാസ് ആൻഡ് വാല്യൂ ജഡ്ജ്മെൻറ്റ് ഈസ്. എ ആണ് ഒബ്ജക്റ്റിവിറ്റി. 43 സബ്ജക്റ്റിവിറ്റി ഇൻ സോഷ്യൽ റിസർച്ച് ഈസ്. ഇവിടെ തന്നിരിക്കുന്ന 4 ഒന്നാമത്തെ 2ാമത്തെയാണ് കറക്റ്റ്, അതായത് എ ആണ് ഉത്തരം. ഇനി 44 റിസർച്ച് അണ്ടർടേക്കൺ ഫോർ ഡയഗ്നോസിസ് ഓഫ് ദ പ്രോബ്ലം ആൻഡ് ദ സൊല്യൂഷൻ ഫോർ ദ സെയിം ഈസ്. ബി ആണ് ആക്ഷൻ റിസർച്ച്. ഇനി 45 ഹൈപ്പോത്തസിസ് എന്നുള്ള ബി ആണ് ഉത്തരം. ഈസ് എ ടെൻറ്റേറ്റീവ് പ്രിപ്പോസിഷൻ സബ്ജക്റ്റ് ടു ടെസ്റ്റ്. ഇനി 46 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് ഇൻ. സി ആണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്നുള്ളതാണ്. സി ആണ് ഉത്തരം. 47 വാട്ട് എമംഗ് ദ ഫോളോയിങ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾ. ഇവിടെ തന്നേക്കുന്ന സി ആണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ എന്നുള്ളത്. ഇനി 48ാമത്തെ ഫൈൻഡ് ദ മോഡ് വാല്യൂ ഫ്രം ദ ബിലോ ഡാറ്റ. അത് സി ആണ് 52. ഇനി 49 SPSS സ്റ്റാൻഡ്സ് ഫോർ. എ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസസ്. ഇനി 50 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് എ ആണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നുള്ളതാണ് ആൻസർ. ഇനി 51 എ സോഷ്യൽ പ്രോബ്ലംസ് ഈസ്. ഒന്നാമത്തെ വൈഡ്ലി റിഗാർഡ് ആസ് അൺഡിസറബിൾ. പിന്നെ 4ാമത്തെ കോസ്ഡ് ബൈ ആക്ഷൻസ് ഓർ ഇനാക്ഷൻസ് ഓഫ് പീപ്പിൾ ഓർ ഓഫ് സൊസൈറ്റി. സി ആണ് ഉത്തരം. ഇനി 52ാമത്തെ നാഷണൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് മെഷേഴ്സ് സൈമൾട്ടേനിയസ് ഡിപ്രിവേഷൻസ് അക്രോസ് 3 ഈക്വലി വെയ്റ്റഡ് ഡയമെൻഷൻസ് ഓഫ്. ഡി ആണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്നുള്ളത്. ഇനി 53ാമത്തെ ജെൻഡർ റെഫേഴ്സ് ടു. ബി ആണ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് റോൾസ് ബിഹേവിയേഴ്സ് ആൻഡ് ഐഡൻറ്റിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ബീയിങ് മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത്. ഇനി 54 കാസ്റ്റ് ഈസ് ആൻ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. ബി ആണ്. 55 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് ജെയിൻസ് എന്നുള്ളതാണ്. എ ആണ്.
56 ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 2005 എ ആണ്. 57 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ് ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ഗ്ലോബൽ വാർമിംഗ്. അത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീഥേൻ ഉണ്ട്, നൈട്രജൻ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഡി ആണ് ഓൾ ഓഫ് ദ അബോവ് എന്നുള്ളത്. ഇനി 58 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് അക്കോർഡിംഗ് ടു ഡാറ്റ ഫ്രം ദ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഓഫ് കേരള 2023 ഡിസ്ട്രിക്ട് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റാണ് ഹാസ് ദ ഹയസ്റ്റ് റേറ്റ്സ് ഓഫ് സൂയിസൈഡ്. എ ആണ്. ഇനി 59 വാട്ട് ഈസ് ദ പ്രൈമറി ഗവൺമെൻറ് ഏജൻസി റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് ലിക്കർ സെയിൽ ഇൻ കേരള. ബി ആണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത്. ഇനി 60 ലോക്പാൽ ആൻഡ് ലോകായുക്സ് ആക്ട് 2013 was introduced to inquire and investigate into allegations of ബി ആണ് കറപ്ഷൻ അഗെയിൻസ്റ്റ് പബ്ലിക് ഫങ്ഷണറീസ് എന്നുള്ളത്. ഇനി 61 വീണ്ടും അസേഷനും റീസണും ഉണ്ട്. 61 തൊട്ട് 67 വരെയുള്ളത്. ഇവിടെ തന്നിരിക്കുന്നതിൽ ആദ്യത്തെ രണ്ടും ട്രൂ ആണ്. റീസൺ എന്നുള്ളത് അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ്, അതായത് എ ആണ് ഉത്തരം. ഇനി 62 അസേഷൻ ഫോൾസ് ആണ്, റീസൺ ട്രൂ ആണ്, അതായത് ഡി ആണ് ഉത്തരം. ഇനി 63 രണ്ടും അസേഷനും റീസണും ട്രൂ ആണ്, റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ എ ആണ് ഉത്തരം. ഇനി 64 അസേഷനും റീസണും ഉള്ളത് സി ആണ്, അസേഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ്, സി ആണ് ഉത്തരം. ഇനി 65 രണ്ടും ട്രൂ ആണ്, ആർ എന്നുള്ളത് എയുടെ അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ്. 66 അസേഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ്, സി ആണ്. ഇനി 67 അസേഷനും റീസണും ട്രൂ ആണ്, റീസൺ എന്നുള്ളത് അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ്. ഇനി 68 ആൻസർ സോഷ്യൽ വർക്കേഴ്സ് നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്ക്, അത് ഡി ആണ് അതോറിറ്റി. ഇനി 69 ബി ആണ് പ്രൊമോട്ടിംഗ് സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. 70 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റേജ് ഇൻ പിയാജസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, അത് ഡി ആണ് പ്രീ കോൺഷ്യസ് സ്റ്റേജ് എന്നുള്ളത്. ഇനി 71 ആൻസർ സി ആണ് ക്ലാരിഫൈങ് ദ ഫാക്ട്സ്, തിങ്കിങ് ത്രൂ ദ ഫാക്ട്സ്, മേക്കിംഗ് എ ചോയ്സ് ഓഫ് ഓർ ഡിസിഷൻ, പിന്നെ ഫോർട്ടിഫൈങ് ദ ക്ലയൻസ് ഈഗോ, സി ആണ് ഉത്തരം. ഇനി 72 സി ആണ് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി എന്നുള്ളത്, സി ആണ് ഉത്തരം, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. ഇനി 73 സി ആണ് ബിൽഡിംഗ് റാപ്പോർട്ട് ആൻഡ് ട്രസ്റ്റ് വിത്ത് ദ ക്ലയൻറ്റ് എന്നുള്ളത്. ഇനി 74 ബി ആണ് എക്സ്പ്ലോറിംഗ് ഇഷ്യൂസ് ഓഫ് മീനിങ്, ചോയ്സ് ആൻഡ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്, ബി ആണ് ഉത്തരം. ഇനി 75 ആണെങ്കിൽ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഹെൽപ്പിംഗ് പ്രോസസ് ഇൻ സോഷ്യൽ കേസ് വർക്ക് ഡയറക്റ്റ് സോഷ്യൽ വർക്ക് ഈസ് എ ആണ് എക്സ്പ്ലോറേഷൻ, എൻഗേജ്മെൻറ്റ്, അസസ്മെൻറ്റ് ആൻഡ് പ്ലാനിങ്. ഇനി 76 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കൺസെപ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റിസ്റ്റിക് അപ്രോച്ച് ഇൻ സോഷ്യൽ കേസ് വർക്ക്, ഡി ആണ് ട്രാൻസ്ഫറൻസ് എന്നുള്ളത്. ഇനി 77 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് ഓഫ് ജനറൽ സിസ്റ്റംസ് തിയറി, ബി ആണ് ഹോളിസം. 78 പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച് ഇൻ സോഷ്യൽ കേസ് വർക്ക് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, ബി ആണ് ഹെലൻ ഹാരിസ് പെർമാൻ. ഇനി 79 സി ആണ് തെറാപ്യൂട്ടിക് എന്നുള്ളത്. 80 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ കൊഹീസീവ് ടീം വർക്ക്, ഡി ആണ് പെർഫോമിംഗ്. ഇനി 81 ഇൻ കേസസ് വേർ മെമ്പേഴ്സ് റിപ്പീറ്റഡ്ലി കോസ് ഡിസ്റപ്ഷൻ വിച്ച് പ്രിൻസിപ്പിൾ ഷുഡ് ഗൈഡ് ദ സോഷ്യൽ വർക്കേഴ്സ് ഇൻ്റർവെൻഷൻ എന്നുള്ളത്, ഡി ആണ് പ്രിൻസിപ്പിൾ ഓഫ് കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് എന്നുള്ളത്. ഇനി 82 എ ആണ് ആൻസർ പ്രോഗ്രാം ആക്ടിവിറ്റീസ് ഷുഡ് ഇൻക്രീസ് ഇൻ കോംപ്ലക്സിറ്റി ആസ് ദ ഗ്രൂപ്പ് ഡെവലപ്സ് എന്നുള്ളത്. ഇനി 83 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി ഗോൾ ഓഫ് യൂസിങ് പ്രോഗ്രാം മീഡിയ ഇൻ ഗ്രൂപ്പ് വർക്ക് എന്നുള്ളത്, സി ആണ് ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ, പാർട്ടിസിപ്പേഷൻ ആൻഡ് ഗ്രൂപ്പ് കൊഹിഷൻ. ഇനി 84 പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്, സി ആണ് ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പ് മോഡൽ. ഇനി 85 എ ആണ് ആൻസർ എംപതി എന്നുള്ളത്. 86 ബി ആണ് ഇൻ ലൊക്കാലിറ്റി ഡെവലപ്മെൻറ്റ് ദ ഓർഗനൈസർ ഫെസിലിറ്റേറ്റ്സ് കോൺസെൻസസ് ബിൽഡിംഗ് വൈൽ ഇൻ സോഷ്യൽ ആക്ഷൻ ദ ഓർഗനൈസർ ലീഡ്സ് കൺഫ്രണ്ടേഷണൽ ഇഫോർട്സ്, ബി ആണ് ഉത്തരം. ഇനി 87 സി ആണ് എൻട്രി അസസ്മെൻറ്റ് പ്ലാനിംഗ് മൊബിലൈസേഷൻ ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളത്. 88 സി ആണ് ബിൽഡിംഗ് കൊയിലീഷ്യൻസ്. 89 ബി ആണ് ഡെവിൾസ് അഡ്വക്കസി എന്നുള്ളത്. 90 ഡി ആണ് റെസ്റ്റോറിംഗ് റിലേഷൻഷിപ്സ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ്. 91 എ ആണ് ഇംപ്ലിമെൻറ്റിംഗ് സർവീസ് ഡെലിവറി എന്നുള്ളത്. 92 ആൻസർ സി ആണ് സിംബയോസിസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സ്ട്രക്ചേഴ്സ്. 93 ഡി ആണ് ഓർഗനൈസിങ് എന്നുള്ളത്. ഇനി 94
സി ആണ് ഓവർ എംഫസിസ് ഓൺ എഫിഷ്യൻസി അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ഹ്യൂമൻ വെൽബീയിങ്. 95 എ ആണ് ഉത്തരം. 96 ഡി ആണ് അഡ്വക്കസി ഫോർ സിസ്റ്റമിക് ചേഞ്ച് എന്നുള്ളത്. ഇനി 97 എ ആണ്, 98 സി ആണ്, 99 സി, 100 ബി